तुमसे मिलके ऐसा लगा बन जा സമയത്തിന് വിലയുള്ള ഈ കാലത്ത് നമ്മുടെ സമയങ്ങൾ മറ്റുള്ളവരുമായി ചിലവഴിക്കുന്ന നിമിഷങ്ങൾ അത് മനോഹരമാണ്. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ആളുകളുടെ സുഹൃത്ത് സംഗമം അതാണ് ക്ലബ് ഹൗസ്. ചിരിയും ചിന്തകളും അറിവുകളും കൂടെയുള്ളവരെ കരുതുവാനുള്ള മനസ്സും കൂടി ചേരുമ്പോൾ അതിന് നമ്മളൊരു പേര് നൽകി, ഹീലാസ് ഹാവൻ. ആ പേരിന് നിറം നൽകിയത് ഹിലയും ടിക്കയും സിദ്ദിഖുമെല്ലാം ചേർന്നാണ്. ആ നിറത്തിനൊപ്പം സുഹൃത്തുക്കൾ ഒത്തുചേർന്നപ്പോൾ അതിന് നിറവ്യത്യാസങ്ങൾ ഇല്ലാതായി. മണല കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ മീൻ കട വേറെ രാജ്യങ്ങളിൽ പോയി കറങ്ങി ഓരോ സീസണിൽ കറങ്ങി ക്ലബ് ഹൗസ് ചരിത്രത്തിൽ ആദ്യമായി ഹീലാസ് ഹാവന്റെ മീറ്റപ്പ് ലേക്ക് വ്യൂ റിസോർട്ട് പനങ്ങാട് വെച്ച് 2021 ഡിസംബർ 12 രാവിലെ മുതൽ 13 ഉച്ചവരെ ഒത്തുചേരുകയുണ്ടായി. ആ സുവർണ നിമിഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ. Nada. മൂന്ന് പേര് മുന്നോട്ട് വരികയാണ്. 2, 3 കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കൂ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. അല്ല വലതുവശത്തേക്ക് തിരിച്ചിങ്ങോട്ട് എടുക്ക്. അങ്ങനെ പുരോഗമിക്കുകയാണ്. പെട്ടെന്ന് സമയം പോകുന്നു. സ്റ്റൈലിനിടെ ഇങ്ങനെ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ടൈമുണ്ട്. ഒന്ന് സെറ്റ് ആക്കിക്കോ. ശരിയാക്കി. സമയമായോ? ഒന്നാം മൈക്കിനാണ് ഒന്നാം സ്ഥാനം. സെറ്റ്
ലക്കിയസ്റ്റ് പേഴ്സൺ നമ്മളിപ്പോൾ ഈ കൂടിയ 15 പേരിൽ ആരാണ് ലക്കിയസ്റ്റ് പേഴ്സൺ തിരഞ്ഞെടുക്കാൻ? ഈ തിരഞ്ഞെടുക്കാൻ പോകണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ നമ്പേഴ്സ് തരും. ആ നമ്പർ നിങ്ങളിപ്പോൾ കരിക്കാട്ട നമ്പർ ആ നമ്പർ കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ കുലുക്കി ആ ഒരാളെ പിക്ക് ചെയ്യും. അതാണ് ലക്കി. तुमसे मिलके ऐसा लगा तुमसे मिलके अरमां हुए पूरे दिल के तुमसे मिलके ऐसा लगा तुमसे मिलके अरमां हुए पूरे दिल के ये मेरी जाने वफा तेरे मेरे मेरी तेरी की जान साथ तेरे रहेंगे सदा तुमसे न होंगे जुदा तुमसे मिलके ऐसा लगा तुमसे मिलके अरमां हुए पूरे दिल ആരാണ് ലക്കിയസ്റ്റ് പേഴ്സൺ? ഇത് വാച്ചില് 3 സ്റ്റാഫ് ഉണ്ട്, ലെതർ സ്റ്റാഫ് ഉണ്ട്, പല സൗകര്യങ്ങളുണ്ട്. 12 എടുക്കണം. 12 ആദ്യമേ പറഞ്ഞു. 12 വിളിച്ചു പറ. നമ്പർ Number is goes to 45. 45. ഫസൽക്ക പാടുന്ന ആൾക്ക് തന്നെ കൊടുത്തല്ലേ? അതെ ഇതെന്തോ അല്ല മ്യൂസിക് ഇട്ടിട്ട് ഷോ യെസ് റിട്ടേൺ ബോസ് പൊളിച്ചു തകർത്തടാ പൊളിച്ചു പത്തനംതിട്ടയുടെ താരം ജീവ അടിപൊളി. मुझको बता दे,
കയറി കളിച്ചോ. വൈബ് അങ്ങനെ വേണം. അല്ലല്ല ഞാൻ ഇവിടെ ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ ഹിലാസാബിന്റെ ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഇന്ന് അവസാനം അത് മെറ്റീരിയലൈസ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ഓരോ നിമിഷവും ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന നിമിഷങ്ങളായിരുന്നു ഇന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും ലഭിച്ചത്. ഇതിന്റെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫാസിലിറ്റിയുടെ ഈ ഗസൽ സംഗീത നിശ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. तुझे देखने के बाद कैसे सुकून पाऊं, तुझे देखने के बाद अब क्या गज़ल सुनाऊं, अब क्या गज़ल सुनाऊं, तुझे देखने के बाद कैसे सुकून पाऊं, तुझे देखने के बाद। तुझे देखने के बाद अब क्या गज़ल सुनाऊं, अब क्या गज़ल सुनाऊं, तुझे देखने के बाद कैसे सुकून पाऊं, तुझे देखने के बाद। सुहानी रात ढल चुकी, न जाने तुम कब आओगे, सुहानी रात
चुकी न जाने तुम कब आओगे जहाँ की रुत बदल चुकी न जाने तुम कब आओगे सुहानी रात ढल चुकी न जाने तुम कब आओगे मेरा गीत अमर कर दो ना जन्म का हो बंधन ना उम्र किसी का हो ना जन्म का हो बंधन जब प्यार करे कोई
ये रीत अमर कर दो, नई रीत चला कर दो, ये रीत अमर कर दो। आकाश का सूनापन मेरे तन्हापन में, आकाश का सूनापन मेरे तन्हापन में, पायल चमकाती आ जाओ जीवन में, सांसें देकर अपने संगीत अमर कर दो। അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ട് ഫുർക്കയുടെ പാട്ട് അതിമനോഹരമായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. നമ്മുടെ എല്ലാവരുടെയും സ്നേഹാദരത്തോടു കൂടി സ്നേഹാദരത്തിന് ഒരു ഇതായിട്ട് ഹില, നമ്മുടെ എല്ലാവരുടെയും രാജ്ഞിയായ ഹില ഫസ്ലിക്ക് പൊന്നാട് അണിയിക്കുകയാണ്. ഫസ്ലിക്ക് വന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖായാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖ നമ്മുടെ ഈ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ റാണിയായ രാജ്ഞിയായ നമ്മുടെ ഹിലയ്ക്ക് ഒരു പൊന്നാട അറിയിക്കുന്നതാണ് ഇപ്പോൾ സിദ്ദിഖായെ ക്ഷണിക്കുന്നത്. സുഹൃത്തുക്കളെ ചേർന്ന് പാടിയ ഗസൽ സംഗീതം വളരെ സന്തോഷം പകർന്ന പാട്ടുകളായിരുന്നു. അതുപോലെ തന്നെ ഹിലാസാറിൻ്റെ പേരിൽ എന്നെ പൊന്നാടയിലേക്ക് സിദ്ദിഖിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. കാരണം 1-2 മാസങ്ങളായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജീവ് ഇവിടെ വന്നിട്ട് 1-2 പാട്ടുകളൊക്കെ പാടി വളരെ സന്തോഷമുണ്ട് രാജീവ്. അതുപോലെ തന്നെ വളരെ ദൂരത്ത് നിന്ന് വന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്, സ്നേഹിതർ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഹിലാസാറിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുക. എനിക്ക് വേണ്ടി ഇത്ര നാൾ വെയിറ്റ് ചെയ്താണ് സിദ്ദിഖ് വരട്ടെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായി ടെൻഷൻ. ഞാൻ പറഞ്ഞ ഡേറ്റിലുള്ള ഒരു മീറ്റപ്പ്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഉണ്ടായത്. നാട്ടിൽ വരാനും ഈ നാട്ടിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി അങ്ങനെ ഉണ്ട്. അന്നേരം മീറ്റപ്പായിരുന്നു എൻ്റെ മനസ്സിൽ. ആ വരുന്നതിൻ്റെ 2 ആഴ്ച മീറ്റപ്പായിരുന്നു. എന്താവും, എങ്ങനെ ആവും, അങ്ങനെ ഇതാവും, റൂം പിന്നെ റിസോർട്ട് വിളിക്കുന്നത്, അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അടിപൊളിയില്ല. എവറിത്തിങ് വെന്റ് വെൽ. ഇതുവരെ എല്ലാം ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇല്ല ഇങ്ങനൊരു പോയില്ല. ഞാൻ വന്നത്
ഹിലാസ് ഹാവൻ എന്ന ക്ലബ് ഹൗസ് ഗ്രൂപ്പിൻ്റെ ഒരു സൗഹൃദ കൂട്ടായ്മ ഇവിടെ പേരിലുള്ള ഒരു ഗെറ്റ് ടുഗദർ, ഒരു സൗഹൃദ സമ്മേളനമാണ് ഇവിടെ ഞങ്ങളിവിടെ നടത്തിയത്. ഒരിക്കലും നേരിൽ കാണാത്ത സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, അത്തരം ഒരു സൗഹൃദങ്ങളെ ഒരുമിച്ച് കാണുകയും സംവദിക്കുകയും വിശേഷങ്ങൾ പറയുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിൽ, ഏറ്റവും അടുത്ത് കാണുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ, ഈ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഞങ്ങളുടെ പ്രധാന മോഡറേറ്റർ ഹില എന്ന വ്യക്തിയാണ്, ടീച്ചറാണ്. അപ്പോൾ കുറേ അകലെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ സമ്മേളിച്ചപ്പോൾ ഒരുപാട് അറിയാത്തവരുടെ ലോകം തുറന്നു കിട്ടി. ഒരുപാട് ആളുകളുടെ താല്പര്യങ്ങൾ, അവരുടെ അഭിരുചികളൊക്കെ അടുത്തറിയാൻ കഴിഞ്ഞു. ഏറ്റവും അതിനൊക്കെ മേലെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള ഒരു പല ആളുകൾ നാടിൻ്റെ പല ഭാഗത്തായി ഉള്ളത് ഒത്തുകൂടുന്നതിലുള്ള ഒരു സന്തോഷം കണ്ടെത്തി. രാവിലെ 10 മണിക്ക് 11 മണിക്ക് ഒക്കെ ആയിട്ട് ഇവിടെ ആളുകൾ എത്തിച്ചേരുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിമ്പുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ആർത്തുല്ലസിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു മീറ്റിംഗ്, ഒരു സമ്മേളനം ആണിവിടെ ഞങ്ങൾ നടത്തിയത്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പുതിയ പ്രഭാതം പുലർന്നിരിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകി രാത്രി മുഴുവനും ഹിലാസ് ഹെവനിലെ സുഹൃത്തുക്കളുടെ നേരിട്ടുള്ള കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാവരുടെയും വോയിസ് മാത്രം കേട്ട് അവരെ മനസ്സിലാക്കിയിരുന്ന ഓരോ സുഹൃത്തുക്കളും പരസ്പരം നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും കിട്ടിയ അവസരം ഉപയോഗിച്ച് വളരെയധികം സന്തോഷപ്രദമായ ഒരു സന്ധ്യ ഇന്നലെ ഇവിടെ ഉണ്ടായി. അതിനുശേഷമുള്ള ഓരോ നിമിഷവും വളരെ ഹൃദ്യവും വളരെ സന്തോഷപ്രദവുമായിരുന്നു. ഹിലാസ് അവൻ്റെ ഈ ഒരു കൂട്ടായ്മ വീണ്ടും ഭാവിയിൽ തുടർന്നും ഉണ്ടാകും. ഇതിനു വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ഓരോ മെമ്പർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹിലാസ് ഹെവനിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായ ഹിലാസ് ഹെവൻ, അതുപോലെ കരിക്കാടൻ, TK, സിദ്ദിഖ് ഭായ്, ചാരു, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഹിലാസ് ഹെവൻ്റെ മീറ്റപ്പിൻ്റെ എൻഡിങ് ആണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വോയിസ് മാത്രം കേട്ടിട്ട്, ക്ലബ് ഹൗസിലെ വോയിസ് മാത്രം കേട്ട് ഉണ്ടാക്കിയ കൂട്ടായ്മ എന്ന് ഒരു ഗെറ്റ് ടുഗദർ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. എന്താണോ ഇങ്ങനെയുള്ളത്, അപ്പോൾ എല്ലാ ആൾക്കാരെയും അവരെ കാണാനും അവരായിട്ട് സംസാരിക്കാനുള്ള ഒരു വേദി ഹിലാസ് ഹെവൻ ഒരുക്കിയും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഫൗണ്ടറായ ഹില ടീച്ചർ, TK, കരിക്കാടൻ, രാജേഷ്, രാജ്, ബിജു നാസ്, ചാരു, മോളി മാഡം, രാജീവ്, ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രണേവ് ഫ്രം മൈസൂർ, ഇവരെല്ലാവരെയും കാണാനും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരായിട്ട്
പല ഗെയിംസ് കളിക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. വളരെയധികം സന്തോഷം. അത്ര തന്നെ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരിചയപ്പെടുകയും പിന്നെ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ ടെൻഷൻ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. നമുക്ക് ജനറലി ഫ്രണ്ട്സ് ഉണ്ടാവും. ഇത് ഒരു ആപ്പിൽ കൂടെ പരിചയപ്പെടുന്നു, നമ്മളൊരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നു. അത് ചെറുതാണെങ്കിലും അതൊരു കുറേ നേരം സ്പെൻഡ് ചെയ്യാനും ഉണ്ടായ ആ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു വേറൊരു അനുഭവമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. That's all. Thank you so much.